അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറബിക് ലെറ്റേഴ്സ് ഹുറൂഫുൽ ഹിജ ഏതൊക്കെയാണെന്ന് നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന അഷ്കാലുൽ ഹുറൂഫ്, അതായത് ലെറ്റർ ഷേപ്സ്, ലെറ്ററിൻ്റെ ഷേപ്പുകൾ. അറബിക് ലെറ്റർ, അറബിക് എന്നല്ല ഒട്ടുമിക്ക ഭാഷകളിലുള്ള അക്ഷരങ്ങളും അത് എഴുതുമ്പോൾ അതിന് രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറബിയിൽ ഒരു ലെറ്റർ ഫസ്റ്റ് എഴുതുമ്പോൾ എങ്ങനെയാണ്, അത് സെൻറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണ്, ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഓക്കെ, ആ ഫസ്റ്റത്തെ ലെറ്റർ ബ എന്നുള്ള അക്ഷരമാണ്. ബ എന്നുള്ളത് ഫസ്റ്റ് ലെറ്ററായി വരുമ്പോൾ ബൈത്വൻ. ബൈത്വൻ എന്ന് എഴുതുമ്പോഴേ ഫസ്റ്റത്തെ ലെറ്ററാണ് ബ വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല് ഭാഗം, ടൈൽ ഭാഗം മുറിച്ച് കളഞ്ഞിട്ടാണ് അതിൻ്റെ കൂടെ മറ്റുള്ള അക്ഷരങ്ങൾ ചേർത്ത് എഴുതുന്നത്. ബ എന്നുള്ളത് സെൻറ്ററിൽ വരുമ്പോൾ ത്വബീബുൻ. ബ എന്നുള്ളത് സെൻറ്ററിലാണ്. അതിൻ്റെ ഫ്രണ്ടിലും വേറെ അക്ഷരമുണ്ട്, അതിൻ്റെ ബാക്കിലും വേറെ അക്ഷരമുണ്ട്. അപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള എന്താണ്, ബാൻ്റെ തലഭാഗം അവിടെ നിർത്തിയിട്ട് അതിൻ്റെ വാല് ഭാഗം മുറിച്ച് കളയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ബ എന്നുള്ളത് ലാസ്റ്റ് വരുമ്പോൾ ഈനബുൻ. ഈനബുൻ എന്ന് എഴുതുമ്പോൾ ബ എന്നുള്ളത് ലാസ്റ്റാണ് വരുന്നത്. ആ സമയത്ത് നമ്മൾ ബ എന്നുള്ളത് പൂർണ്ണമായിട്ടും അവിടെ എഴുതുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെറ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ലെറ്റർ ത. ത എന്നുള്ള ലെറ്ററിൽ ഫസ്റ്റ് തൈസ്വൻ. തൈസ്വൻ എഴുതുമ്പോൾ ത എന്നുള്ളതാണ് ഫസ്റ്റ് ലെറ്റർ. ഇത് ബ ചെയ്ത പോലെ തന്നെയാണ് തായും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അത് സെൻറ്ററിൽ വരുമ്പോൾ കുത്തുബുൻ. കുത്തുബുൻ. കുത്തുബുൻ എഴുതുമ്പോൾ ത എന്നുള്ളത് സെൻറ്ററിലാണ്. അത് നേരത്തെ ബാൻ്റെ ചെയ്ത പോലെ തന്നെ താൻ്റെ ലാസ്റ്റ് ഭാഗം, ടൈൽ ഭാഗം മുറിച്ച് കളഞ്ഞ് അവിടെ ചേർത്ത് എഴുതാണ് ചെയ്തിട്ടുള്ളത്. ഇനി ത എന്നുള്ളത് ലാസ്റ്റ് വരുമ്പോൾ ബിൻത്വൻ. ബിൻത്വൻ എഴുതുമ്പോൾ ത എന്നാണ് ലാസ്റ്റ് ലെറ്റർ വരുന്നത്. അപ്പോൾ ത അവിടെ പൂർണ്ണമായിട്ടും എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെറ്ററിലേക്ക് പോവാം. സ. സ എന്നുള്ള ലെറ്റർ. സ എന്നുള്ള ഫസ്റ്റ് ലെറ്ററായി വരുമ്പോൾ സൈലബ്. സൈലബ്. അത് നമ്മൾ ബായും തായും ഒക്കെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സൈലബ്. ഓക്കെ, മുസല്ലസ്. മുസല്ലസ്. ഇനി ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ ബഹസ്. ബഹസ്. ഓക്കെ, ബായും തായും ഒക്കെ ചെയ്ത പോലെ ലാസ്റ്റിലാവുമ്പോൾ പൂർണ്ണമായിട്ടും എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ലെറ്റർ വരുന്നത്, നെക്സ്റ്റ് ലെറ്റർ ജീം. ജീം എങ്ങനെയാണ് ഫസ്റ്റ് എഴുതുന്നത്? കണ്ടോ, ആ ജീമിൻ്റെ താഴേക്കുള്ള ഭാഗം മുഴുവനായിട്ട് മുറിച്ച് കളഞ്ഞിട്ട് ആ മറ്റുള്ള അക്ഷരം അതിനോട് ചേർത്ത് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ജമൽ. ജമൽ എന്ന് എഴുതുമ്പോൾ ജീമാണല്ലോ ഫസ്റ്റ് ലെറ്റർ, ജമൽ. ഓക്കെ, ഇനി ജീം സെൻറ്ററിൽ വരുമ്പോൾ ഹജർ. ഹജർ. ഇവിടെ ജീം സെൻറ്ററിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെൽജ്. ആ ജീം എന്നുള്ള അക്ഷരം ലാസ്റ്റ് വന്നപ്പോൾ ആ ജീം മുഴുവനായിട്ടും എഴുതിയിട്ടുണ്ട്. അത് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനോട് ചേർത്ത് ആ ജീം മുഴുവനായിട്ടും എഴുതിയിട്ടുണ്ട്. സെൽജ്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റർ ഹായ്. ഹായ്. ഹായ് എങ്ങനെയാണ് ഫസ്റ്റ് എഴുതുന്നത് നമുക്ക് നോക്കാം. ഹൂത്ത്. ഹൂത്ത്. നമ്മൾ ജീം എഴുതിയ പോലെ തന്നെയാണ് ഹാവും എഴുതിയിട്ടുള്ളത്. ജീമിന് ഡോട്ട് പുള്ളിയുണ്ട്, ഹാക്ക് പുള്ളിയില്ല, അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇനി ജി ഹായ് സെൻറ്ററിൽ വരുമ്പോൾ ലഹം. ലഹം എന്ന് എഴുതുമ്പോൾ ഹാ ആണ് സെൻറ്ററിൽ വരുന്നത്. ഓക്കെ, ഇനി ഹായ് എന്ന അക്ഷരം ലാസ്റ്റ് വരുമ്പോൾ മിൽഹ്. നമ്മൾ ജീമിൽ കണ്ട പോലെ തന്നെ ഹായ് എന്ന അക്ഷരം മുഴുവനായിട്ടും എഴുതിയിട്ടുണ്ട്. അത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരത്തിനോട് ചേർത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെറ്റർ ഏതാ നോക്കാം നമുക്ക്. ഹാ. ഹാ. നമ്മൾക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടാവും. ഇപ്പോൾ ജീമും ഹാവും നമ്മൾ കണ്ടതുകൊണ്ട് ഹാവും ഏകദേശം അതുപോലെ തന്നെ ആകും എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. കറക്റ്റാണ് ആ ധാരണ. ഓക്കെ, ഹറൂഫ്. ഹറൂഫ് എന്ന് എഴുതിയപ്പോൾ ഹാവിൻ്റെ ലാസ്റ്റ് താഴേക്കുള്ള പോർഷൻസ് മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞ് റൂനോട് ചേർത്ത് ഹറൂഫ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി സെൻറ്ററിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. മുഖ്തബിർ. മുഖ്തബിർ. മുഖ്തബിർ എന്ന് പറയുമ്പോൾ ഹ എന്നുള്ള ലെറ്റർ സെൻറ്ററിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജീമും ഹാവും ഒക്കെ ചെയ്ത പോലെ തന്നെയാണ് ഹാവും വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഹ എന്നുള്ള അക്ഷരം ലാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബിത്തീഹ്.
ബിത്തി ഹ എന്നുള്ള അക്ഷരം ലാസ്റ്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഹ എന്നുള്ള അക്ഷരം മുഴുവനായിട്ടും എഴുതിയിട്ട് അത് മറ്റുള്ള ലെറ്ററുമ്മ ചേർത്ത് എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ നോക്കുന്നത്. ബാക്കി ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും ലെറ്റേഴ്സാണ് നമ്മൾ, അപ്പോൾ അത് ഒന്ന് റിവൈസ് ചെയ്ത് കാണുക, ഓരോ അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. അതെന്തിനാ നമ്മൾ മനസ്സിലാക്കി വെക്കണമെന്ന് വെച്ചാൽ അത് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് അറബി വായിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. ബാക്കി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും ബാക്കി ഭാഗങ്ങൾ പഠിക്കാനും സഹായകമാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.